വെള്ളപ്പൊക്കം കൊണ്ടും പാടശേഖരങ്ങളിൽ മടവീഴ്ച കൊണ്ടും വലഞ്ഞു കുട്ടനാട്. കൃഷിനാശം. ഇന്നലെ മാത്രം കുട്ടനാട്ടിൽ 117 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കാലവർഷം കനത്തതോടെ കുട്ടനാടൻ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. വെള്ളപ്പൊക്കത്തിൽ കുട്ടനാട്ടിലേക്കുള്ള ഗതാഗതം സ്തംഭിച്ചതോടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കുട്ടനാട് ഒറ്റപ്പെട്ടു. ഇതിനിടയിൽ പാടശേഖരങ്ങളിൽ മടവീഴ്ചയുണ്ടായതും കുട്ടനാട്ടുകാരെ ദുരിതത്തിലാക്കി. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത്. 2000 ഏക്കറിലധികം പാടശേഖരം വെള്ളം കയറി നശിച്ചു. ചമ്പക്കുളത്ത് നെല്ല് വിതച്ച 8 പാടങ്ങളിൽ വെള്ളം കയറി കൃഷിയില്ല. എടാ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നൂറ്റിച്ചിറ പാടത്ത് മട പൊട്ടി വെള്ളം കയറി കൃഷിയെല്ലാം നശിച്ചു. 108 പാടത്തോ? അയ്യോ എന്റെ ഈശ്വര! നാരായണോ? ആ ദേവസിയെ, 108 പാടത്ത് നീയാ കൃഷി ഇറക്കുന്നത് കേട്ടു, ശരിയാണോടാ? കേട്ടത് ശരി തന്നെ. കാർന്നവന്മാരായിട്ട് കൃഷി ഇറക്കിയ പാടമാ, പൊന്നു വിളയുന്ന പാടം. കഴിഞ്ഞ 2 വർഷം കാശില്ലാഞ്ഞതുകൊണ്ട് കാരണം ഞാനവിടെ കൃഷി ഇറക്കിയില്ല. ഈ വർഷം കാശ് ആ എങ്ങനെയെങ്കിലും ശരിയാക്കണം. ആട്ടെ, നിനക്ക് കാശ് വല്ലതും? വേണ്ട ദേവസിയ, പണത്തിനുള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. ചില മുതലാളിമാർ എന്നെ കാണുവാൻ വന്നായിരുന്നു. 3 വർഷമായി കൃഷി ഇറക്കാത്ത പാടത്തിൽ അവർക്കെന്തോ കെട്ടിടം പണിയാൻ. ഈ വർഷം അവിടെ ഞാൻ വിത്ത് വിതയ്ക്കും, പൊന്നു വിളയിക്കും, കണ്ണു മഞ്ഞളിക്കുന്ന നെൽക്കതിരുകൾ. എന്തൊരു ചൂട്! മുതലാളി, ഫിലിപ്പോസ് മുതലാളി, എന്തേ നാരായണ, എന്താ, എന്ത് വേണം? മുതലാളി, അത് എന്റെ പാടത്ത് ഞാൻ ഇപ്രാവശ്യം ഇത്തിരി വിത്തിറക്കുന്നുണ്ട്. അതിനായി കുറച്ച് കാശ്. കാശെന്ന് വെച്ചാൽ വല്ല 2-3 രൂപ മതിയോ? നിനക്ക് ആ തരിശുപാടം അങ്ങ് വിറ്റൂടെ? അരുത് മുതലാളി, ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം ഇവിടുത്തെ വേലക്കാരാക്കി. വിത്തെറിഞ്ഞ് വിളവെടുത്ത് അത് ഇരട്ടിയാക്കാൻ. അതെല്ലാ കൃഷിക്കാരുടെ ധർമ്മമാണ്, എന്റെയും. കൊള്ളാം കൊള്ളാം, നിന്റെ തത്വമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആട്ടെ, കാശ് തരാൻ വല്ല ഉരുപ്പടിയും ഉണ്ടോ? വീടിന്റെ ആധാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കട്ടെ. കൊള്ളാം, എങ്കിൽ റൊക്കം കാശ് ഞാൻ അങ്ങ് തരും. നിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. വലിയ ഉപകാരം മുതലാളി. ആട്ടെ, പലിശ തന്നില്ലല്ലേ, ഞാനങ്ങ് എത്തും പൊറുക്കാൻ, കേട്ടോടാ. അല്ല പിന്നെ സാറേ, എന്താ കാര്യം? സാറേ, ലോണിനുള്ള ഒരു അപേക്ഷയാണ്. സാറേ, എങ്ങനെയെങ്കിലും ഒന്ന്. പറ്റത്തില്ല സാറേ, ഈ വർഷം ലോൺ കിട്ടിയാലും നടക്കില്ല. എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. സാറേ, കഷ്ടമുണ്ട് സാറേ. ഇതെന്തോടോ ഇത്? തരാൻ പറ്റില്ല. തനിക്കൊന്നും എങ്ങനെ വിശ്വസിച്ച് തരാൻ പറ്റില്ല. സാറേ, രക്ഷിക്കണം. ഇല്ല, പറ്റില്ല. താനവിടെ പോയി നോക്കാം.
വലിയ ഉപകാരം സാർ. ആ കൃത്യം അടച്ചാൽ മതി. ആ ദേവസിയെ, നീ എന്തെടുക്കുക അവിടെ? ആ ആരിത്? നാരായണനോ? ഞാൻ ഈ വാഴയൊക്കെ ഒന്ന് ഒരുക്കുമായിരുന്നു. നീ വീടിന്റെ ആധാരം പണയപ്പെടുത്തി പൈസ വാങ്ങിച്ചല്ലേ ഫിലിപ്പോസിന്റെ കയ്യിൽ നിന്നും പിന്നെ ബാങ്കിൽ നിന്നും? അത് വേണോടാ? ഒരുപക്ഷെ ഭൂമി കനിഞ്ഞില്ലെങ്കിൽ? ആത്മവിശ്വാസമുണ്ട്, ഭൂമി ചതിക്കില്ലെന്ന്. അത്ര മാത്രമേ ഇപ്പോൾ എനിക്ക് നിന്നോട് പറയാൻ പറ്റൂ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാം? ആയിരിക്കും. സാറേ, എന്താ കാര്യം? 6 മാസം മുമ്പ് ഞാൻ ഇവിടുന്ന് ലോൺ എടുത്തായിരുന്നു. എനിക്ക് കുറച്ച് നാളുടെ ലോൺ എടുത്ത് അടയ്ക്കണ്ടോ? ഇത് അടയ്ക്കാതിട്ടാലോ? സാറേ, അടയ്ക്കാൻ ഒരു നിവർത്തിയില്ല സാർ. 6 മാസത്തെ കുടിശ്ശിക കിടക്കുമല്ലേ? അത് അടച്ചില്ലെങ്കിലോ? ഇല്ല, സമ്മതിക്കില്ല. ഇല്ല, പറ്റത്തില്ല. ആ MLA ആണ്. പോയ കാര്യം എന്തായി? വിഷയം കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്താ കാര്യം? കൃഷിക്ക് വേണ്ടി ബാങ്കിൽ നിന്നും കടമെടുത്തു. ഇപ്പോൾ കടക്കണിയിലാണ്. MLA സാർ എങ്ങനെയെങ്കിലും പറഞ്ഞ് മാനേജറോട് ലോണിന്റെ അവധി നീട്ടിത്തരാൻ ഒന്ന് പറയണം. എവിടെ നോക്കട്ടെ. അയ്യോ, അതെങ്ങനെയാ നാരായണ നടക്കുന്നേ? ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കണം. ഇതെന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങ് എങ്ങനെയെങ്കിലും. ഇല്ല നാരായണ, ഇല്ല. ഞാൻ ഇതിൽ ഇടപെട്ടാൽ ശരിയാവില്ല. വേറെന്തേലും പറയാനുണ്ടേ പറഞ്ഞിട്ട് പോവാം. ചുമ്മാ മെനക്കെടുത്ത. എന്താ മോളെ, എന്തു പറ്റി? എന്തിനാ കരയുന്നേ? ഫിലിപ്പോസ് മുതലാളിയുടെ ആൾക്കാർ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. എന്തിനാ? പൈസ കൊടുക്കാത്തോണ്ട്. മോള് കരയണ്ട കേട്ടോ. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. പൈസ ഞാൻ കൊടുത്തോളാം കേട്ടോ. മോള് പൊയ്ക്കോളൂ, ഞാൻ വന്നോളാം. ഓടിവായോ, നമ്മുടെ നാരായണേട്ടൻ. പ്രിയപ്പെട്ട ദേവസ്യായിക്ക്, പണ്ട് എൻ്റെ പാടത്ത് വിത്തെറിയാൻ അച്ഛനും മുത്തച്ഛനും കൂടെ പോകുമ്പോൾ ഞാനും അവിടെ കൂടെ പോകുമായിരുന്നു. അവർ രണ്ടുപേരുടെയും ജീവിതം എനിക്ക് കാണിച്ചു തന്നത് ഭൂമിയെ സ്നേഹിക്കുന്ന മനുഷ്യരെയാണ്. പട്ടിണിയാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും അതെല്ലാം മനസ്സിലൊതുക്കി പാടത്ത് വിത്തെറിയാൻ പോകുന്ന കർഷകനെ അവരെനിക്ക് കാണിച്ചു തന്നു. ദൈവം തന്ന ഭൂമിയിൽ വിളവെടുത്ത് ഇരട്ടിയാക്കി ഭൂമിയിലെ നല്ല വേലക്കാരായ മനുഷ്യരെ അവരെനിക്ക് കാണിച്ചു തന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തനി കുട്ടനാടൻ കർഷകനെ. സങ്കടമില്ല, എൻ്റെ മക്കളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. സ്വന്തം നാരായണൻ.